ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് തിങ്കളാഴ്ചത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ വളരെ വിഷമത്തോടു കൂടി തന്നെ അശ്വിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുവാട്ടോ ശ്രുതി. അങ്ങനെ ഇറങ്ങിക്കഴിയുമ്പോഴേക്കും ശ്രുതിക്ക് ആകെ വല്ലാത്തൊരു വിഷമവും കാര്യങ്ങളൊക്കെ തോന്നുവാണ്. ശ്രുതി കരഞ്ഞുകൊണ്ടിട്ടാണ് റോട്ടിൽ കൂടി ഇങ്ങനെ പോകുന്നത്. ഞാനത് ഹിന്ദിയിലെ ഭാഗമായിട്ട് പറയണത്. അപ്പോൾ ആ സമയത്ത് റോട്ടിലിങ്ങനെ ഭയങ്കര ആഘോഷങ്ങൾ നടക്കാണ്ട് ദീപാവലിയുടെ. പക്ഷെ അതൊന്നും തന്നെ ശ്രുതിക്ക് ശ്രദ്ധിക്കാനും കാണാനൊന്നും പറ്റുന്നില്ല. കാരണം ശ്രുതി അങ്ങനെയൊന്നും അല്ലല്ലോ, നല്ല അടിച്ചു പിടിക്കുന്ന സ്വഭാവം ആയതുകൊണ്ട്. പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെയൊന്നുമല്ല. ശ്രുതിയുടെ മനസ്സിലാകെ അശ്വിൻ പറഞ്ഞ ആ ഡയലോഗ് മാത്രമേ ഓർമ്മയുള്ളൂ, ഞാൻ ലാവണ്യനെ വിവാഹം കഴിക്കാൻ പോകുവാണ് എന്ന് പറഞ്ഞ ആ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അത് മാത്രമേ ശ്രുതിയുടെ മനസ്സിലുള്ളൂ കേട്ടോ. അതാലും ശ്രുതി നടന്നു പോകുന്ന സമയത്ത് അശ്വിൻ മുമ്പിലേക്ക് വണ്ടിയായിട്ട് വരുവാണ്. ശ്രുതിക്ക് അശ്വിനെ കാണുമ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നും കേട്ടോ. അശ്വിൻ സർ എന്ന് പറയുമ്പോൾ, അതെ ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നതാണ്, നിന്നോട് സംസാരിക്കാൻ വേണ്ടി വന്നതെന്ന് പറയുമ്പോൾ ശ്രുതിയുടെ മുഖമൊക്കെ വല്ലാതെ ചിരിച്ചുകൊണ്ട് വല്ലാത്ത സന്തോഷം തോന്നും കേട്ടോ ശ്രുതിക്ക്. ആ സമയത്ത് ശ്രുതി, അതിനെന്താ സർ, നമുക്ക് സംസാരിക്കാമല്ലോ, ഇവിടെ വെച്ച് പറ്റില്ല, നീ വണ്ടി, നിനക്ക് വിരോധമില്ലെങ്കിൽ നിനക്ക് വണ്ടി കയറാൻ പറ്റുമെന്ന് ചോദിക്കുവാണ്. അതിനെന്താ സർ എന്ന് പറയുകയാണ്. അതിനുശേഷം വണ്ടിയിലേക്ക് കയറുവാണ്. അശ്വിൻ പറയണ്ട, ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കാം, അതുവരെ നമുക്ക് വണ്ടിയിൽ നിന്ന് സംസാരിക്കാമല്ലോ എന്ന് പറയുന്നുണ്ട്. ശരി സർ എന്ന് പറയുകയാണ്. അങ്ങനെ വണ്ടി നിന്നിട്ട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങുമായിട്ടോ നമ്മുടെ അശ്വിൻ. പക്ഷെ അശ്വിനും ശ്രുതിക്കും ഇടയിൽ വല്ലാത്തൊരു സംഭവം ഉണ്ട്. കാരണം ഇവർ രണ്ടുപേരും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, കഴിഞ്ഞ ദിവസം ഇവർ രണ്ടുപേരും കൂടി കിസ് ചെയ്യാൻ പോയപ്പോൾ പെട്ടെന്ന് ഫോൺ ബെല്ലടിച്ചപ്പോൾ രണ്ടുപേരും നെട്ടിപ്പോയില്ലേ. അപ്പോൾ ഈ ഒരു ഭാഗം ഇവിടെ മനസ്സിലുണ്ട്. പിന്നെ ആ കല്യാണം ഉറപ്പിച്ച ഭാഗവും ഇവിടെ മനസ്സിലുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രുതിയുടെ മുഖം ഇങ്ങനെ മാറുവാണ്. പെട്ടെന്ന് ശ്രുതി, അശ്വിൻ സർ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ചോദിക്കേണ്ട, അശ്വിൻ സർ പിന്നെ നേരത്തെ എനിക്കൊന്നും പറയാൻ പറ്റിയില്ല, വല്ലാത്തൊരു ഷോക്കിലായതുകൊണ്ട് അശ്വിൻ സാറിനും ലാവണ്യ മേഡത്തിനും എൻ്റെ ഹൃദയം നിറഞ്ഞ മംഗളാശംസകൾ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. എന്തിന് നീ ഇപ്പോൾ വിശ്വസ് തരുന്നത് എന്ന് അശ്വിൻ ചോദിക്കുമ്പോൾ, അല്ല നിങ്ങളുടെ കല്യാണം ഉറപ്പിച്ചല്ലോ, അപ്പോൾ കൺഗ്രാറ്റ്സ് എനിക്ക് പറയാൻ പറ്റിയില്ല, അതുകൊണ്ടിട്ടാണെന്ന് പറയാണ്. അപ്പോൾ ഇതിനൊക്കെ വല്ലാതെ സന്തോഷമായല്ലേ കല്യാണം ഉറപ്പിച്ചപ്പോൾ. പിന്നെ എനിക്ക് സന്തോഷമില്ലാതിരിക്കുമോ സർ എന്ന് ഒരു വാക്കുകൾ ഇടറിയിട്ട് നമ്മുടെ ശ്രുതി പറയുമ്പോൾ അശ്വിൻ ചോദിക്കുന്നുണ്ട്, സത്യമായിട്ടും നിനക്ക് വല്ലാത്ത സന്തോഷമായോ എന്ന് ചോദിക്കുമ്പോൾ, സന്തോഷമായി സർ, ഞാനിതിന് സാറിനോട് കള്ളം പറയണത് എന്നിങ്ങനെ പറയുക കേട്ടോ. ആ സമയത്ത് അശ്വിൻ വണ്ടി ഒന്ന് നിർത്തുവാണ്. അപ്പോൾ എൻ്റെ ലാവണ്യയുടെ വിവാഹം ഉറപ്പിച്ചതിൽ നിനക്ക് വല്ലാത്ത സന്തോഷമുണ്ട് അല്ലേ? ഞാൻ ലാവണ്യ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ നിനക്ക് സന്തോഷം കൊണ്ട് നിൻ്റെ മനസ്സ് തുള്ളിച്ചാടുമായിരുന്നു അല്ലേ ശ്രുതികുമാരി ലക്ഷ്മി എന്ന് പറയുമ്പോൾ, അതെ സർ എന്ന് വളരെയധികം ഒച്ചയ്ക്ക് ഇടറിയിട്ട് ശ്രുതി ഇങ്ങനെ പറയുക കേട്ടോ. ആ സമയത്ത് അശ്വിൻ ശ്രുതിയുടെ മുഖത്തോട് പറയുന്നുണ്ട്, നീ കള്ളം പറയുവാണ്, നീ നുണ പറയുവാണ്, നിനക്കൊട്ടും സന്തോഷമില്ല, നീ സങ്കടപ്പെടുവാണ്, എനിക്ക് നിൻ്റെ മനസ്സ് നന്നായിട്ട് അറിയാം, നിനക്ക് എന്നോട് എന്തെങ്കിലും ഉണ്ടോ ചോദിക്കുമ്പോൾ, എനിക്കെന്ത് സർ, എനിക്കൊന്നുമില്ല. ശ്രുതി നീ സത്യം പറയണം, നിനക്കെന്തെങ്കിലും ഉണ്ടോ? ഇല്ല എനിക്കൊന്നുമില്ല സർ, സാറിപ്പോൾ എന്നെ വീട്ടിൽ കൊണ്ടാക്കും, എനിക്ക് വല്ലാത്ത സന്തോഷമുണ്ട്, നിങ്ങളുടെ കല്യാണം ഉറപ്പിച്ചു, ഇപ്പോൾ സാറിനെ വീട്ടിൽ കൊണ്ടാക്കും, സാറിന് എൻ്റെ അമ്മയെ ചെയ്ത് പരിചയപ്പെട്ടിട്ടില്ലല്ലോ, അപ്പം എൻ്റെ അച്ഛനമ്മേനെയൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം, നല്ലൊരു ദിവസമായിട്ട് സാർ വീട്ടിലേക്ക് വരുമല്ലോ, അതൊക്കെ അറിഞ്ഞിട്ടുള്ള സന്തോഷമാണ് സാർ എനിക്കെന്ന് പറയുമ്പോൾ ശ്രുതി എടുത്ത് പെട്ടെന്ന് അശ്വിൻ പറയണത്, നീ വണ്ടി നിറങ്ങ് എന്ന് പറയുവാണ്. സാർ എന്തൊക്കെയാണ് പറയണമെന്ന് ചോദിക്കുമ്പോൾ, അതെ നീ എന്നോട് കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിനക്ക് വിഷമമില്ലെന്ന്. പിന്നെ എനിക്ക് നിന്നോടൊരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു, നിൻ്റെ പാദസരം എനിക്ക് എങ്ങനെയാണ് കിട്ടിയതെന്ന് നിനക്ക് അറിയണ്ടേ? അയ്യോ അതൊന്നും അറിയണ്ട സാർ, ഞാനത് ചുമ്മാ ചോദിച്ചതാണെന്ന് പറയാണ്. അപ്പോൾ നിനക്ക് ഒന്നും അറിയണ്ടല്ലേ, ഞാൻ പറഞ്ഞതൊന്നും നിനക്ക് കേൾക്കുകയും വേണ്ട, ശരി നീ പോയിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിനെ അവിടെ ഇറക്കി വിട്ട് അശ്വിൻ പോകുക കേട്ടോ. ശ്രുതിക്ക് വളരെ വിഷമം തോന്നുന്നുണ്ട് കേട്ടോ. കാരണം അശ്വിനോടൊന്നും മനസ്സ് തുറക്കാൻ വേണ്ടി പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് അശ്വിനും വളരെ ദേഷ്യം തോന്നുന്നു. അശ്വിൻ വിചാരിക്കും ശ്രുതി ഇപ്പം തന്നോടുള്ള ഇഷ്ടം തുറന്നു പറയുമെന്ന് വെച്ചിട്ടാണ് അശ്വിനും എന്നൊക്കെ ചോദിച്ചത്. അത് നടന്നില്ലെന്ന് പറഞ്ഞപ്പോഴേക്കും അശ്വിനും ആകെ ദേഷ്യം തോന്നിട്ട് അശ്വിൻ വീട്ടിലേക്ക് പോകുക കേട്ടോ. ശരിക്കും ഹിന്ദിയിൽ ഇങ്ങനെയാണ് കാണിക്കുന്നത്, മലയാളത്തിൽ പക്ഷേ അശ്വിൻ വീട്ടിലേക്ക് വരുന്നതൊക്കെ പോലെ വീട്ടിലേക്ക് വന്നിട്ടാണല്ലോ ശ്രുതി എടുത്ത് സംസാരിക്കണത് കാണിക്കണത്. അപ്പോൾ ഇതിൽ അതിൽ ചെറിയൊരു മാറ്റം ഉണ്ടാവുമെന്ന് തോന്നുന്നു. ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗം കാണിക്കുമായിരിക്കും കേട്ടോ. അതിനുശേഷം നമ്മുടെ ശ്രുതി വീട്ടിലിട്ട് ആകെ വിഷമിച്ചിരിക്കുകയാണ്. പാദസരം തന്നെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ശ്രുതി. അതിനുശേഷം തലവേദന എടുക്കുന്നുണ്ട്. ശ്രുതി ഒരു ചായ കുടിക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് വരുമ്പോൾ അമ്മായി പറഞ്ഞിട്ട് എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറയാണ്. അമ്മായി നാളെ സംസാരിക്കുന്നത് പറയുമ്പോൾ പറ്റില്ല, എനിക്കിപ്പം തന്നെ സംസാരിക്കണമെന്ന് അമ്മായി പറയുക കേട്ടോ. അമ്മായി ചോദിക്കാൻ പോകുന്നത് എന്താണെന്ന് ശ്രുതിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ശ്രുതി ഒഴിഞ്ഞു മാറാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിൽ അമ്മായി സമ്മതിക്കുന്നില്ല, എനിക്ക് നിന്നോട് സംസാരിച്ചേ പറ്റുമെന്ന് പറഞ്ഞാൽ അവിടെ പിടിച്ചിരുത്തുക കേട്ടോ. അതിനുശേഷം അമ്മായി പറയുന്നുണ്ട്, എനിക്കറിയണം നീ എന്തുകൊണ്ടിട്ടാണ് ശ്യാമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കാത്തത്, ഇത്രയും നല്ല സ്വഭാവമുള്ള പയ്യായിട്ടുള്ള വിവാഹത്തിന് നീ എന്തുകൊണ്ട് സമ്മതിക്കുന്നില്ല എന്നിങ്ങനെ ചോദിക്കുകയാണ്. അമ്മായി അതൊന്നുമല്ല അമ്മായി, ഞാൻ ഷംസാനെ അങ്ങനെയൊന്നും രീതി കണ്ടിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ, അതിന് ഇനി കാണണം, അങ്ങനെ കാണാതിരിക്കാൻ നിനക്ക് ഇതിനും കാരണമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അമ്മായി എന്നെ പറഞ്ഞത് അമ്മായി മനസ്സിലാക്കുക എന്ന് ശ്രുതി ഇങ്ങനെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. വേണ്ട ശ്രുതി, നീ എന്നോട് കള്ളം വേണ്ട, നിൻ്റെ മനസ്സിൽ വേറെ എന്തോ ഉണ്ട്, സത്യം പറ ശ്രുതി, നിനക്ക് വേറെ ആരെങ്കിലും ഇഷ്ടമുണ്ടോ എന്ന് ചോദിക്കുവാണ്.
ആ സമയത്ത് ശ്രുതിയുടെ മനസ്സിൽ ഫുള്ളും അശ്വിൻ്റെ മുഖമാണെന്നുണ്ടെങ്കിലും നമ്മുടെ ശ്രുതി അതൊന്നും പറയുന്നില്ല കേട്ടോ. പിന്നെ എന്തുകൊണ്ട് നിനക്ക് ശ്യാമിനായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചുകൂടാന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ശ്യാം അച്ഛനെ വീണ്ടും ഉപദ്രവിക്കാൻ വേണ്ടിയൊക്കെ ശ്രമിക്കുന്നുണ്ട്. കാരണം അസുഖം കൂടുതലാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്, അതായത് ശ്രുതി കല്യാണത്തിന് സമ്മതിക്കാതിരുന്നുകൊണ്ട് അച്ഛൻ്റെ അസുഖം കൂടിയെന്ന് പറഞ്ഞ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ശ്യാം അങ്ങനെയൊക്കെ ചെയ്യണത്. അങ്ങനെ അച്ഛൻ്റെ അസുഖം കൂടുമ്പോഴേക്കും നമ്മുടെ ശ്രുതി അവസാനം സമ്മതിക്കുവാണ്. ശ്യാമായിട്ടുള്ള വിവാഹത്തിന് എനിക്ക് സമ്മതമാണെന്ന് പറയുക കേട്ടോ. ശ്യാമിന് വല്ലാത്ത സന്തോഷം തോന്നുവാണ്. അമ്മായി പറയുന്നുണ്ട്, ഹാവു ഇപ്പോഴെങ്കിലും ശ്രുതി മോള് ഞങ്ങൾ പറഞ്ഞതൊക്കെ കേട്ടില്ല, ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി കല്യാണത്തിന് സമ്മതിച്ചില്ല എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ അമ്മക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. പ്രീതിക്കും സന്തോഷമൊന്നുമില്ല. പക്ഷെ പ്രീതി ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കുക കേട്ടോ. ശ്രുതിയുടെ മുഖത്ത് ആകെ വിഷമമുണ്ട്. പ്രീതിക്ക് വളരെ വിഷമം തോന്നുന്നുണ്ട്. പ്രീതിക്ക് മനസ്സിലായി ശ്രുതി വീട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഈ കല്യാണത്തിന് സമ്മതിച്ചത്, പ്രത്യേകിച്ച് അമ്മായിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ അമ്മായി പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ രണ്ടുപേരും കൂടി ദൈവത്തിൻ്റെ അനുഗ്രഹം പൂജാറിൽ പോയി പ്രാർത്ഥിക്കാൻ പറയാണ്. അങ്ങനെ പൂജാറിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മുടെ ശ്യാമും അതുപോലെ തന്നെ ശ്രുതിയും കൂടിയിട്ട്. അതിനുശേഷം പ്രാർത്ഥിക്കുന്ന സമയത്ത് ശ്രുതിയുടെ അടുത്തേക്ക് ശ്യാം ഇങ്ങനെ നിൽക്കുക കേട്ടോ. എന്നിട്ട് ശ്രുതിനെ ഇങ്ങനെ നോക്കണൊക്കെ ഉണ്ട്. പക്ഷെ ശ്രുതിക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ശ്രുതി ഇങ്ങനെ ശ്യാമിനെ ഇങ്ങനെ നോക്കുവാണ്. അതിനുശേഷം അമ്മായി പറയുന്നുണ്ട്, ഇനി എത്രയും പെട്ടെന്ന് വിവാഹം നടത്തണമെന്ന് പറയാണ്. ശ്യാം അപ്പം തന്നെ വിവാഹത്തിൻ്റെ സ്വപ്നങ്ങളൊക്കെ കണ്ടു തുടങ്ങി കേട്ടോ. ശ്യാമാണെന്നുണ്ടെങ്കിൽ ശ്രുതി തൻ്റെ വധുവായിട്ട് വരണതും താലി കെട്ടണതും ഒക്കെ സ്വപ്നം കാണും കേട്ടോ. ഈ ശ്രുതി എൻ്റെ വധുവാവും, കല്യാണം കഴിക്കും, പിന്നെ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഹണിമൂൺ, അങ്ങനെ സ്വപ്നങ്ങളൊക്കെ ശ്യാം കാണാൻ തുടങ്ങി. ശ്രുതിയാണെങ്കിൽ ഭയങ്കര വിഷമത്തിലാണ്. ആ സമയത്ത് പ്രീതി ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട്, ശ്രുതി നീ ഹാപ്പി ആണല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ഹാപ്പിയാണ് ചേച്ചി, എനിക്കെന്താ വിഷമം, നീ കള്ളം പറയേണ്ട മോളെ, എനിക്ക് നിന്റെ മനസ്സ് നന്നായിട്ട് അറിയാം. വീട്ടുകാർക്ക് വേണ്ടിയിട്ട് നീ നിൻ്റെ ഇഷ്ടം വേണ്ടെന്ന് വെച്ചതാണ്. നിന്റെ മനസ്സിൽ ശ്യാമില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ശ്യാമിന് ഒരിക്കലും നിനക്ക് അങ്ങനെ കാണാൻ പറ്റില്ലെന്നും അറിയാം എന്ന് പറയാണ്. ശ്രുതി, നിനക്ക് ഇഷ്ടപ്പെടാത്ത വിവാഹം നീ സമ്മതിക്കേണ്ട ശ്രുതി എന്ന് പറയുമ്പോൾ, സമ്മതിക്കാതെ എന്ത് ചെയ്യും ചേച്ചി, ചേച്ചിക്കറിയാതെ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എന്ന് തോന്നുന്നു ഞാൻ ശ്യാമിനെ കല്യാണം കഴിക്കണത്. ശ്യാം നമ്മുടെ വീട്ടിലൊരു മെമ്പർ ആവണമെന്ന് അച്ഛനും വരാത്ത ആഗ്രഹമുണ്ട്. അച്ഛനെ വേണ്ടിയിട്ടാണ് ചേച്ചി ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കണത്. എൻ്റെ സ്വന്തം അച്ഛനെ പോലെ നോക്കിയ ആ ഒരു വ്യക്തിക്ക് ഞാൻ കൊടുക്കുന്ന സമ്മാനമാണ് ശ്യാം എന്ന മരുമകൻ എന്നൊക്കെ ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പ്രീതിക്ക് വളരെ വിഷമം തോന്നുന്നുണ്ടോ ശ്രുതി ഇങ്ങനെ ഇഷ്ടപ്പെടാത്ത കല്യാണത്തിന് സമ്മതിച്ചത് കൊണ്ട് തന്നെ. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ അച്ഛനാകെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ കണ്ണിന്ന് വെള്ളം വരും. അപ്പോഴും ശ്രുതിയുടെയും വീട്ടുകാരുടെ വിചാരം ശ്രുതി കല്യാണത്തിന് സമ്മതിച്ചത് കൊണ്ട് ആ ഒരു സന്തോഷം കൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നതൊക്കെ ആയിട്ട് ഇവരുടെ വിചാരം. അങ്ങനെ ശ്യാമാണെന്നുണ്ടെങ്കിൽ സന്തോഷം കൊണ്ട് ഇരിക്കാനും വയ്യ നിൽക്കാനും പറ്റാത്ത ഒരു അവസ്ഥയിൽ അങ്ങനെ നടക്കുവാണ്. ശ്രുതിയുടെ മനസ്സിൽ ആകെ അശ്വിനെ കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. അശ്വിനും അങ്ങനെ തന്നെയാണ്. ആ ഒരു സമയത്ത് കല്യാണത്തിന് സമ്മതിച്ചു പോയല്ലോ എന്നാണെന്നിട്ട് അശ്വിനും ആകെ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് മനസ്സിൽ തോന്നുക കേട്ടോ. നല്ല അടിപൊളി ഭാഗമാട്ടോ ഈ ആഴ്ച വരാമെന്ന്. കുറച്ച് ശോകമാണെങ്കിലും ശ്രുതിയുടെ അശ്വിൻ്റെയും ഭയങ്കര അതായത് അവർ മനസ്സുകൊണ്ട് പ്രണയിക്കുന്ന ഭാഗങ്ങളൊക്കെ ഈ ആഴ്ചയുണ്ട്. അവരുടെ മനസ്സിൽ ശരിക്കും എനിക്ക് ഈ വ്യക്തിനെ ഇഷ്ടമാണ് എന്ന് അവർ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കണതോ മനസ്സുകൊണ്ട് സമ്മതിക്കുന്നതായിട്ടുള്ള ഭാഗങ്ങൾ. പിന്നെ ശ്രുതിയുടെയും ശ്യാമിൻ്റെ വിവാഹം, അതുപോലെ തന്നെ അശ്വിൻ്റെയും ലാവണ്യയുടെയും ആകാശിനെ വേറൊരു പെൺകുട്ടിനെ മനോരമ കണ്ടുപിടിക്കാൻ പോവുകയാണ് കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ 3 വിവാഹങ്ങളിലേക്ക് പോയിട്ടുള്ള സംഭവങ്ങളാണ് അടുത്താഴ്ച നടക്കാൻ പോകുന്നത്. ശോകമൊന്നുമല്ല, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.